ഞാനിപ്പോ പറഞ്ഞതൊക്കെ അമ്മ കേട്ടായിരുന്നോ അകത്തിരുന്ന്? കേട്ടു. എന്ത് കേട്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ സങ്കടം തീരില്ല. കാരണം എന്റെ ഈ തളർച്ച വൈദ്യശാസ്ത്രത്തിന് പോലും മാറ്റാൻ കഴിയില്ല. അങ്ങനെ തളർന്നവൻ ഞാനൊരിക്കലും യോജിച്ചൊരു ഭർത്താവല്ല. അങ്ങനെയുള്ളപ്പോ അവളെ കരയിക്കാതിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കരഞ്ഞാലും അമ്മയുടെ മോള് കരയാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. ഈ നിൽക്കുന്നത് അച്ഛൻ്റെ അമ്മയാണ്. അത്രയും പ്രായമുള്ള അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ വാക്കുകൾ അച്ഛനെങ്കിലും മനസ്സിലാക്കി കാണുമെന്ന വിശ്വാസം. ഞാൻ മോന് കുടിക്കാൻ ചായ എടുക്കാം. ഒന്നും വേണ്ട, അമ്മയുടെ മോളെന്നെ കാത്തിരിക്കാൻ. ഞാൻ കൂട്ടി ചെല്ലട്ടെ. സുഖിച്ചല്ലടി. നിന്റെ മരുമോന്റെ പ്രകടനം നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? എടി എന്റെ കുഞ്ഞിനെ നോക്കാനാണ് അവളെ അങ്ങോട്ട് അയച്ചത്. ഇപ്പൊ എന്റെ കുഞ്ഞ് അവളെ നോക്കേണ്ട ഗതികേടാ. കഴുത്ത് ജനിച്ച അമ്മയും മോളെ കൊല്ലുക വേണ്ടേ? എന്റെ മോളെ കൊന്നല്ലോ, ഇനി എന്തോ കൊല്ലാനാ? മിണ്ടരുത് നീ. അവളുടെ തലയുടെ മന്ത്രത്തിന്റെ ശക്തിയാ ഇപ്പൊ ഈ കണ്ടതൊക്കെ. എടാ പ്രതാപ, ആ വീട്ടിനകത്ത് നമ്മുടെ ഉണ്ണിക്ക് ഒരു അധികാരവും ഇല്ലടാ. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ആരൊക്കെ പുറത്തു പോയാലും അവനും അവളും അവിടുന്ന് പോകില്ലെന്ന്. രണ്ടമ്മമാരുടെ മക്കളാ ഉണ്ണിയും കണ്ണനും. വിൽപത്രമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കറിയാം? ഇവരുടെ കണ്ണുനീര് എല്ലാത്തിനും കാരണം. ദൈവത്തിന്റെ മുന്നിൽ പോയി അങ്ങ് കരഞ്ഞ് നിലവിളിക്കല്ലേ? ഇപ്പതേ അവള് കളക്ടറുടെ ഗമയിൽ അവന്റെ കമ്പനി പോയിരിക്കുക. എന്റെ കുഞ്ഞ് വീട്ടിനകത്ത് തളയ്ക്കപ്പെടുകയും ചെയ്തു. കളി എടോരെ പോകുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഒരുപാട് അവൻ കയറി അങ്ങ് കളിച്ചാലേ, അവൻ ഇപ്പൊ പറഞ്ഞില്ലേ അവന്റെ അരയ്ക്ക് മേലോട്ട് സ്വാധീനമുണ്ടെന്ന്. ആ സ്വാധീനം ഞാനങ്ങ് ഇല്ലാതാക്കും. ഇനി എന്തു പറ്റാനാ? ജീവിതത്തിൽ എന്തൊക്കെ നടക്കില്ലെന്ന് കരുതിയോ? അതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഏട്ടത്തി ഫൈനാൻസിസിലേക്ക് പോയത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? അത് മാത്രമല്ല, നമ്മൾ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അയാളും അവളും പുറത്തു പോവില്ല അല്ലേ? ലക്ഷ്മി ഇവിടെ കാണുമല്ലേ? ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞേ? നിങ്ങളുടെ ഏട്ടൻ തന്നെ. എന്നോടല്ല, എന്റെ അച്ഛന്റെ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കിയാ അയാൾ അങ്ങനെ പറഞ്ഞത്. ഇവിടെ നാര് പുറത്തു പോയാലും അവര് രണ്ടാളും ഇവിടെ കാണുന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.